ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരി ആണെങ്കിൽ തൻ്റെ പേരക്കിടാവിന് വേണ്ടിയിട്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതും മനോഹർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അങ്ങനെ തൻ്റെ ലോക്കറിലിരിക്കുന്ന കുറച്ച് സ്വർണങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ട് അതിനുള്ള സ്വർണം കുഞ്ഞിക്ക് കഴുത്തിൽക്കും അരയിൽക്കും കാലിനൊക്കെ ധരിക്കാനുള്ള സ്വർണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ സേനൻ രൂപയുണ്ടായിരിക്കും. രൂപയ്ക്കാണെങ്കിൽ ഒരു 12 പവന്റെ മാലയൊക്കെ എടുത്ത് സേനൻ കൊടുക്കുന്നത് കാണുമ്പോൾ ഷാരിയുടെ കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുകയാണ്. ഷാരി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. താൻ ആഗ്രഹിച്ച ജീവിതം ശരിക്കും അവൾക്കാണ് കിട്ടിയത്. തൻ്റെ ജീവിതം ഒരു നഷ്ടം മാത്രമായിരിക്കുകയാണ്. എന്തൊരു വിധിയാണ് ഈശ്വര എന്നൊക്കെ പറഞ്ഞാൽ ജ്വല്ലറിയിൽ ഇരുന്ന് കൊണ്ട് തന്നെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനുള്ള സ്വർണ്ണക്കായിട്ട് അവിടെ നിന്നും പോകുന്നത് നേരെ മനോഹറിന്റെ അരികിലേക്കാണ്. മനോഹർ ആണെങ്കിൽ അമ്മായിമ്മ വരുന്നത് നോക്കി കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ സ്വർണങ്ങളൊക്കെ മനോഹറിനെ ഏൽപ്പിക്കുന്നുണ്ട്. മനോഹർ അതൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത്തിരി കൂടി വലുതൊക്കെ എടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഷാരിക്ക് ദേഷ്യം വരികയാണ്. ഷാരി പറയുന്നുണ്ട്, എടാ ദുഷ്ട, ഇതൊക്കെ എൻ്റെ സ്വർണങ്ങൾ വിറ്റിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എൻ്റെ മോളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പൊ എന്നെ കൊണ്ട് ഈ സ്വർണങ്ങൾ എടുത്ത് എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എൻ്റെ മോൾക്ക് മാത്രം നിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അങ്ങനെ ചെറിയൊരു വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് പറയുകയാണ് മനോഹർ, അത് മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും കാര്യം സരയുവിനെ അറിയിക്കുകയാണെങ്കിൽ സത്യമായിട്ടും ഞാൻ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും പറയും. അതുപോലെ താരയുടെ മകളാണ് നിങ്ങളുടെ മകൾ എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുക. അതോടുകൂടി ഒരു പക്ഷേ ഞാൻ എങ്ങനെ വേണമെങ്കിലൊക്കെ ആവട്ടെ, പക്ഷെ നിങ്ങളുടെ മകള് ഒരു പക്ഷേ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് ചിലപ്പോൾ അറ്റാക്ക് വരെ വന്നെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഷാരിക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ സേനനും രൂപയും കല്ലുമോൻ ഒരുപാട് സ്വർണം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരുവിന്റെ കുഞ്ഞിനും രൂപ സ്വർണം വാങ്ങിക്കുകയാണ്. പിന്നെ താരയ്ക്ക് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സരുവിന്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി താരയ്ക്കുള്ള സ്വർണവും വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോണിക്കും കല്യാണിക്കും രൂപയ്ക്കും സ്വർണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതേ സമയത്ത് 2 ഫംഗ്ഷൻ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ രൂപയ്ക്ക് കല്ലുമോന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവള് സരയു അതേ ദിവസം വെച്ചത് രൂപ എവിടെ പങ്കെടുക്കും എന്നറിയാൻ കൂടി ആയതുകൊണ്ട് അങ്ങനെ രൂപയാണെങ്കിൽ സരയുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. അവിടെയാണെങ്കിൽ ആകെ 2-3 പേര് മാത്രം അവര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെയാണെങ്കിൽ ബൈജുവും അതുപോലെ താരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ താരയൊക്കെ വലിയ സന്തോഷത്തിലാണ്. ബൈജു ആണെങ്കിൽ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നൂലുകെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായി സ്വർണങ്ങൾ ഇടുന്ന സമയത്ത് താര കൊടുത്ത സ്വർണം നമ്മുടെ രൂപ കുഞ്ഞിന്റെ കഴുത്തിലും അതുപോലെ കാലിലും അരയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കൈമലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ രൂപ എടുത്ത് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹറിന്റെ വക ആയിട്ട്, അതായത് ഷാരി എടുത്തു കൊടുത്ത സ്വർണ്ണൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനോഹറിന്റെ, അതായത് നമ്മുടെ സരയുവിന്റെ കണ്ണൊക്കെ തള്ളിയിരിക്കുകയാണ്. എന്തായാലും തന്റെ ഭർത്താവ് ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നല്ലോ ഷാരി പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ മുന്നിലൊക്കെ വലിയ ആളായി നിൽക്കൊക്കെ ചെയ്യുന്നുണ്ട് സരയും. എന്നിട്ട് പറയാണ്, കണ്ടില്ലേ മനുവേട്ടൻ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോടൊക്കെ പറയുമ്പോൾ അതൊക്കെ നിനക്ക് സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് മോളെ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ അമ്മയോടൊക്കെ തർക്കിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി തന്നെ അവസാനിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ പ്രകാശന്റെ കാര്യം അതിലും വലിയ ഗതികേടിലാണ്. പ്രകാശൻ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രകാശൻ നമ്മുടെ ലക്ഷ്മി മരണപ്പെട്ടു എന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് പ്രേതത്തിന്റെ രൂപത്തിൽ അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആകെ പേടിച്ച് ഒച്ച ഇടുന്നുണ്ട്. ആ സമയത്ത് അമ്മയും അതുപോലെ വിക്രം ഓടിയെത്തുകയാണ്. എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ലക്ഷ്മിയുടെ പ്രേതം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോന് തോന്നിയതാ, നിനക്ക് തോന്നിയതാ, അച്ഛൻ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മോന്റെ അരികിലേക്കും അമ്മയുടെ അരികിലേക്കും ലക്ഷ്മി പ്രേതമായി എത്തുന്നുണ്ട്. അങ്ങനെ അവരെയും പേടിപ്പിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പേടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ലക്ഷ്മി മരണപ്പെട്ടു എന്നുള്ളൊരു സന്തോഷത്തിലാണ് പ്രകാശൻ മുന്നോട്ട് പോകുന്നത്. രാത്രി സമയത്ത് പല ദിവസങ്ങളിൽ ഉറക്കമില്ല. അങ്ങനെ ഒരു കോടതിയുടെ ദിവസം എത്തിയിരിക്കുകയാണ്. കോടതി ദിവസം വലിയ സന്തോഷത്തിൽ തന്നെ പ്രകാശൻ അങ്ങോട്ട് വരികയാണ്. എന്തായാലും ലക്ഷ്മി ഇനി വരില്ലല്ലോ, തനിക്ക് ഇനി ഇവിടുന്ന് സ്വതന്ത്രമായി സമാധാനത്തോടു കൂടി പുറത്തിറങ്ങുകയും ചെയ്യുക. അതുപോലെ തന്നെ കേസിൽ നിന്ന് ഊരുകയും മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് സുഖസുന്ദരമായി ജീവിക്കാമെന്നൊരു സ്വപ്നത്തിലൊക്കെയാണ് പ്രകാശൻ കോടതിയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ ലക്ഷ്മിയൊന്നും കാണില്ല. അങ്ങനെ വലിയ സന്തോഷത്തിൽ അഹങ്കാരത്തിലൊക്കെ ദീപയോടും കല്യാണിയോടും കിരണോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ജയിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ്
കോടതി മുറിയിലേക്ക് എത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് ലക്ഷ്മി വരികയാണ്. അങ്ങനെ ആദ്യം തന്നെ ലക്ഷ്മിയെയാണ് വിളിക്കുന്നത്. അപ്പൊ ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ പ്രകാശൻ ആദ്യം ഒന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് പുറകിലോട്ട് നോക്കുമ്പോൾ അതാ വരുന്നു ലക്ഷ്മി. ലക്ഷ്മിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പ്രകാശനും അമ്മയും അതുപോലെ വിക്രവും. അങ്ങനെ ലക്ഷ്മി വേഗം ആ ഒരു കൂട്ടിൽ കയറി നിന്നിട്ട് ലക്ഷ്മിയോട് വക്കീൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എല്ലാ സത്യങ്ങളും ലക്ഷ്മി വിളിച്ച് പറയുകയാണ്. തന്നെ കല്യാണം കഴിച്ചതും അതുപോലെ തന്നെ തനിക്കൊരു കുഞ്ഞുണ്ടായപ്പോഴും ആ കുഞ്ഞ് വീടിന് നാടിന് തന്നെ ശാപമാണ്, ഒരു പെൺകുട്ടി ശാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചതും അങ്ങനെ തന്നെയും ആ പിഞ്ചു കുഞ്ഞോമനെയും ഉപേക്ഷിച്ചിട്ട് അവര് അവിടെ നിന്ന് ആ രാത്രി സ്ഥലം വിട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ പ്രകാശൻ ഇനി എന്തായാലും രക്ഷയില്ല. പ്രകാശൻ അതോടുകൂടി ആകെ വിഷമിച്ചു പോവുകയാണ്. അങ്ങനെ ജഡ്ജി വിധിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആളെ പുറത്തിറക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അയാൾ ജയിലിലേക്ക് പറഞ്ഞയക്കണം തന്നെയാണ് കോടതിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു കാര്യം. അങ്ങനെ ലക്ഷ്മിയുടെ മുന്നിൽ തോറ്റു തുന്നം പാടി നിൽക്കുകയാണ് പ്രകാശനും. എന്തായാലും അപ്പോഴും മനസ്സിലാകുന്നില്ല നമ്മുടെ ലക്ഷ്മിയും ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ കാർത്തിക എന്ന് പറയുന്നത് തൻ്റെ മകളാണെന്നും അതുപോലെ തന്നെ ഈ നമ്മുടെ വിക്രത്തിനെ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മുടെ LK കൺസ്ട്രക്ഷനിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ആ സമയത്ത് അവിടെ നമ്മുടെ കല്യാണിയെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആകെ തകർന്നു പോവുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പിന്നെ കമ്പനിയിൽ നിന്നും ഒക്കെ അച്ഛനെയും മകനെയും അമ്മൂമ്മയൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇനി എന്ത് ചെയ്യും? രാജപ്പനാണെങ്കിൽ ഒരു 22 ലക്ഷം രൂപ കടവുമായി. രാജപ്പന് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് പ്രകാശന്. കാരണം തൻ്റെ പൈസ കിട്ടാത്തത് വരുമ്പോൾ അവന് നല്ല ഇടി തന്നെ ഇടിക്കുന്നുണ്ട്. അത് പ്രകാശൻ അഥവാ ജയിലിലാവുകയാണെങ്കിൽ തന്നെ വിക്രത്തിനാണ് അതിനുള്ള പണിയൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഭാഗം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ മറ്റൊരു കാര്യം കൂടി കാർത്തികയുടെയും ലക്ഷ്മിയുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് അവർ മറ്റു പലരെയും അവർ പേടിച്ചിട്ടാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നത്. ആ ഒരു സത്യം കൂടി നമ്മുടെ കിരണിനോടും സേനനോടും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരത് കേൾക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ മുന്നോട്ട് ഇറങ്ങി വരികയും ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്